ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നല്ല പ്രഭാതത്തിൽ ദാവീദിന്റെ ഒരു പ്രാർത്ഥന ആത്മമണ്ഡലത്തിൽ നമുക്ക് ആത്മീക ധൈര്യം പകരുകയും വിശ്വാസത്തിൽ വീര്യം കൂട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു ദൈവവചനമാണ് നമുക്ക് ലഭിച്ചത്. നീതിയായി വിധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നും ആ ദൈവത്തെ വിളിക്കുമ്പോൾ ഉത്തരമരുളുവാൻ തക്കവണ്ണം നാം വിശ്വസിക്കുന്ന കർത്താവിന് കഴിയുമെന്നുള്ളതും ഈ വാക്യത്തിലൂടെ നമുക്ക് ധൈര്യം പകരുകയാണ്. ആകയാൽ ഈ നല്ല പ്രഭാതത്തിൽ നാം ഞെരുക്കത്തിലിരുന്നപ്പോൾ നമുക്ക് വിശാലത വരുത്തുവാൻ തക്കവണ്ണം നമ്മുടെ കൂടെ ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യത്തെ ഈ പകൽക്കാലം നമുക്ക് തിരിച്ചറിയുവാൻ ഇടയായി തീരട്ടെ. തകർന്നു പോയെന്ന് വിധി എഴുതിയപ്പോൾ ഇനി ഒരു പടി പോലും മുൻപോട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇരുവശത്തും വൻമതിലുകൾ പോലെ പ്രതികൂലങ്ങൾ തല ഉയർത്തി നിന്നപ്പോൾ അതിന്റെ നടുവിൽ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്നൊരു ദൈവം പ്രതികൂലത്തെ തുടച്ചു മാറ്റി വിശാലത നൽകി നമ്മോട് കൃപ തോന്നി നമ്മുടെ പ്രാർത്ഥന കേട്ട ആ ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നമ്മെ ഏൽപ്പിക്കാം. ഇനിയും അധികം ദൂരം സഞ്ചരിക്കുവാൻ ദൈവാത്മാവും ദൈവഹിതവും നമ്മളിൽ ഉള്ളതുകൊണ്ട് ആ യാത്രയിൽ പ്രതികൂലം നിറയാതെ അതീവ ദൈവകൃപ ഏറ്റെടുത്ത് ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി വീണ്ടും മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ നിങ്ങളുടെ ആത്മാവിനാൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.